നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎസ് കമ്പനികളെ അയർലൻഡ് കൈവശപ്പെടുത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതികരണം: വൈറ്റ് ഹൌസിൽ ചർച്ചയ്ക്കെത്തിയ അയർലൻഡ് പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി. റഷ്യക്കെതിരെ സാമ്പത്തിക ഭീഷണി ഉയർത്തി ട്രംപ്. ഉക്രൈൻ യുഎസ് ചർച്ചയിൽ ധാരണയായ 30 ദിവസ വെടിനിർത്തൽ കരാർ പിന്തുണയ്ക്കുന്നതിൽ അലംഭാവം കാട്ടിയാൽ റഷ്യക്കെതിരെ സാമ്പത്തിക ആക്രമണം നടത്തുമെന്ന് ട്രംപ്. യുഎസിന് കാനഡ വക അടുത്ത അടി. $30 ബില്യൺ മൂല്യമുള്ള യുഎസ് ഇറക്കുമതികൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് കാനഡ. യുഎസ് ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യാപാര പ്രതിരോധ നടപടികൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ. നടപടി കനേഡിയൻ സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ താരിഫ് ഇരട്ടിയാക്കിയതിനെ തുടർന്ന്. കാനഡയുമായുള്ള കൊളംബിയ നദീജല ഉടമ്പടി സംബന്ധിച്ച ചർച്ചകൾ അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചത് 61 വർഷം പഴക്കമുള്ള ഒരു പ്രധാന ജല പങ്കിടൽ ഉടമ്പടി. ഓസ്ട്രേലിയയിൽ ജൂലൈ മുതൽ വൈദ്യുതി നിരക്ക് 9% വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. ഏപ്രിൽ 1 മുതൽ വിമാനത്തിൽ പോർട്ടബിൾ പവർ ബാങ്കുകൾ ചാർജ് ചെയ്യാനോ യാത്രക്കാരുടെ വ്യക്തിഗത ഉപകരണങ്ങൾ ചാർജ് ചെയ്യാൻ പവർ ബാങ്കുകൾ ഉപയോഗിക്കാനോ അനുവദിക്കില്ല എന്ന് സിംഗപ്പൂർ എയർലൈൻസ്. സൗദി അറേബ്യയിൽ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. മാർച്ച് 29 മുതൽ ഏപ്രിൽ 2 വരെ അവധി തുടരുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം. ഭക്തിസാന്ദ്രമായി കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഭക്തജനലക്ഷങ്ങൾ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു. ആശാവർക്കർമാരും പൊങ്കാലയിട്ട് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. യുഎസ് കമ്പനികളെ അയർലൻഡ് കൈവശപ്പെടുത്തിയതായി പ്രതിയും പരിഭവവും നിരത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അയർലൻഡ് തലസ്ഥാനമായ ഡ്യൂബ്ലിൻ ഫാർമ വ്യവസായത്തെ കൈവശപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ യുഎസ് ട്രഷറിക്ക് നൽകേണ്ട നികുതി വരുമാനത്തെയും അയർലൻഡ് കൈവശപ്പെടുത്തി വെച്ചേക്കുകയാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യയിൽ നടന്ന ഉക്രൈൻ യുഎസ് ചർച്ചയിൽ ധാരണയായ 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ പിന്തുണയ്ക്കുന്നതിൽ അലംഭാവം കാട്ടിയാൽ റഷ്യക്കെതിരെ സാമ്പത്തിക ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യ കരാർ തെറ്റിച്ചാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഉക്രൈൻ പ്രസിഡന്റിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ട്രംപിന്റെ ഈ തീരുമാനം. വെടിനിർത്തൽ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകണമെന്നും അത് നടപ്പിലാക്കാൻ യൂറോപ്പ് തയ്യാറാകണമെന്നും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലെകോർണു പറഞ്ഞു. തുടർന്നാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. $30 ബില്യൺ മൂല്യമുള്ള യുഎസ് ഇറക്കുമതികൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് കാനഡ പ്രഖ്യാപിച്ചു. ഡോളറിനനുസരിച്ച് താരിഫ് എന്ന സംവിധാനമാണ് കാനഡ പിന്തുടരാൻ പോകുന്നത്. കനേഡിയൻ സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ താരിഫ് ഇരട്ടിയാക്കുന്നതിനെ തുടർന്നാണ് ഈ നടപടി. ഇതോടെ യുഎസും കാനഡയും തമ്മിലുള്ള വ്യാപാര യുദ്ധം രൂക്ഷമാവുകയാണ്. മോട്ടോർ സൈക്കിളുകൾ, വിസ്കി തുടങ്ങിയ $28 ബില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അമേരിക്കൻ ഇറക്കുമതികൾക്ക് യൂറോപ്യൻ യൂണിയൻ സ്വന്തം തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കാനഡയുടെ പ്രഖ്യാപനം. യുഎസ് ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യാപാര പ്രതിരോധ നടപടികൾ ഏർപ്പെടുത്താമെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചു. കനേഡിയൻ സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ താരിഫ് ഇരട്ടിയാക്കുന്നതിനെ തുടർന്നാണ് ഈ നടപടി. ആഗോളതലത്തിൽ ലോഹങ്ങളുടെ ഇറക്കുമതിക്ക് യുഎസ് ചുമത്തിയ 25% ലെവികളെ ന്യായീകരിക്കാനാകാത്ത വ്യാപാര നിയന്ത്രണങ്ങളാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ പറഞ്ഞു. ട്രെയിൻ ആക്രമിച്ച് സൈനികരെ വധിക്കുകയും യാത്രക്കാരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവത്തിൽ ആക്രമികളെയെല്ലാം വധിച്ചുവെന്ന് പാകിസ്ഥാൻ സൈന്യം. 33 ആക്രമികളെയാണ് വധിച്ചത്. ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ദിവസമാണ് ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ആക്രമിച്ച് വിമതരായ ബലൂച്ച് ലിബറേഷൻ ആർമി യാത്രികരെ ബന്ദികളാക്കിയത്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിനിടെ 27 ബന്ദികളും ഒരു പാരാമിലിറ്ററി സൈനികനും കൊല്ലപ്പെട്ടതായും സുരക്ഷാ സേനയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ട്രെയിൻ തുരങ്കത്തിലൂടെ കടന്നു വരുമ്പോഴായിരുന്നു ആക്രമികൾ ട്രാക്ക് തകർത്തത്. കാനഡയുമായുള്ള കൊളംബിയ നദീജല ഉടമ്പടിയെ സംബന്ധിച്ച് ചർച്ചകൾ അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചു. അന്തർദേശീയ വെള്ളപ്പൊക്ക നിയന്ത്രണം, വൈദ്യുതി ഉൽപ്പാദനം, ജലവിതരണം എന്നിവയെ നിയന്ത്രിക്കുന്ന 61 വർഷം പഴക്കമുള്ള ഒരു പ്രധാന ജലം പങ്കിടൽ ഉടമ്പടിയാണ് ഇത്. വടക്കൻ അയൽ രാജ്യങ്ങളെ ഈ ഉടമ്പടിയിൽ കൂട്ടിച്ചേർക്കുമെന്നും കാനഡയുമായുള്ള പ്രധാന കരാറുകൾ റദ്ദാക്കുമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തുടരുന്നതിനിടെയാണ് ഈ നടപടി. ഇതേക്കുറിച്ച് വിശദമായ പഠനം നടത്തുകയാണെന്ന് ബ്രിട്ടീഷ് കൊളംബിയയുടെ ഊർജ്ജ മന്ത്രാലയം പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ജൂലൈ മുതൽ വൈദ്യുതി നിരക്ക് 9% വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. ഈ വർധനവ് നിലവിൽ വരുന്നതോടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഉയർന്ന വൈദ്യുതി ബില്ലുകൾ നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം വൈദ്യുതി ബില്ലുകൾ വളരെ ഉയർന്നതാണെന്ന് സമ്മതിക്കാനും ഉപയോക്താക്കളെ മികച്ച ഡീൽ വാങ്ങാൻ പ്രേരിപ്പിക്കാനാണ് ഈ നീക്കമെന്നും ഊർജ്ജ മന്ത്രി വ്യക്തമാക്കി. വിലക്കയറ്റം ലേബർ പാർട്ടിയുടെ ഊർജ്ജ നയത്തിന്റെ പരാജയമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഓസ്ട്രേലിയയുമായുള്ള സുരക്ഷാ കരാർ പുനഃപരിശോധിക്കാനൊരുങ്ങി വാനുവാട്ടുവിൻ പ്രധാനമന്ത്രി ജോതം നാപ്പാട്ട്. 2022 ഒപ്പുവെച്ച ഈ കരാർ കാലാവസ്ഥാ വ്യതിയാനം, പൗരന്മാരുടെ യാത്രാ മൊബിലിറ്റി എന്നിവയുൾപ്പെടെ തന്റെ രാജ്യത്തിൽ മുൻഗണനകളെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കം.
കൂടാതെ ഓസ്ട്രേലിയയുമായി ഒരു ഔദ്യോഗിക ഇളവ് രഹിത കരാർ വേണമെന്നും നപ്പാഡ് പറഞ്ഞു. ഓസ്ട്രേലിയൻ സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തണമെന്നും ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയർലൻഡിലെ സന്നദ്ധ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ശമ്പള വർധനവിന് യൂണിയനുകളും സർക്കാർ പ്രതിനിധികളും തമ്മിൽ നടന്ന ചർച്ചകളെ തുടർന്ന് ധാരണയിലെത്തി. വർക്ക്സ് പ്ലസ് റിലേഷൻസ് കമ്മീഷനിലുണ്ടായ ധാരണ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ യൂണിയനുകളും അവരുടെ അംഗങ്ങളും പരിഗണിക്കും. 2025-ലും 2026-ലും ഘട്ടം ഘട്ടമായി ശമ്പള വർധനവ് നടപ്പാക്കാനാണ് ധാരണയായത്. 2024 ഒക്ടോബർ മുതൽ 40,000 തൊഴിലാളികൾക്ക് 9.25% ശമ്പള വർധനവ് പുതിയ കരാറിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. അയർലൻഡിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെയും കമ്മ്യൂണിറ്റി സെന്ററിന്റെയും നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി സൗജന്യ നിരക്കിൽ അനുവദിക്കുന്നതിന് ഫിങ്കൽ കൗണ്ടി കൗൺസിലിൽ അംഗീകാരം നൽകി. ടൈറൽസ്റ്റൗൺ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന 8,50,000 പൗണ്ട് വിലമതിക്കുന്ന പ്ലോട്ട് 50% കിഴിവോടെയാണ് അപൂർവ ചാരിറ്റിക്ക് നൽകാൻ കൗൺസിൽ അംഗീകാരം നൽകിയത്. ചർച്ചകൾക്ക് ശേഷം കൗൺസിൽ ഈ നിർദ്ദേശത്തിന് വൻ ഭൂരിപക്ഷത്തോടെ അംഗീകാരം നൽകി. 28 കൗൺസിലർമാർ അനുകൂലമായും ഒരാൾ എതിർത്തും വോട്ട് ചെയ്തു. 5 പേർ വിട്ടുനിന്നു. മുൻ ഓസ്ട്രേലിയൻ ടെസ്റ്റ് ക്രിക്കറ്റ് താരം സ്റ്റുവാർട്ട് മഗ്ഗിൽ കൊക്കെയ്ൻ വിതരണം ചെയ്തതിൽ കുറ്റക്കാരനാണെന്ന് സിഡ്നി കോടതി കണ്ടെത്തി. കുറ്റക്കാരനല്ലെന്ന് വാദിച്ച 54-കാരനായ അദ്ദേഹം കൊക്കെയ്ൻ ഉപയോഗിച്ചതായും പങ്കാളിയുടെ സഹോദരനെ മയക്കുമരുന്ന് വ്യാപാരികൾക്ക് പരിചയപ്പെടുത്തിയതായും സമ്മതിച്ചതായി സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റ് ABC റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യയിൽ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. മാർച്ച് 29-ന് അവധി ആരംഭിക്കും. ഇത് ഏപ്രിൽ 2 വരെ തുടരുമെന്നാണ് മാനവ വിഭവശേഷി മന്ത്രാലയം പ്രഖ്യാപിച്ചത്. തവണത്തെ അവധി 5 ദിവസം നീണ്ടു നിൽക്കുന്നതിനാൽ പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഏപ്രിൽ 2 വരെയാണ് അവധിയെങ്കിലും ഏപ്രിൽ 3 മുതൽ വാരാന്ത്യ അവധി തുടങ്ങുമെന്നതിനാൽ അന്ന് കൂടി പൊതു അവധി കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് പ്രവാസികൾ. അത്യാകർഷണമായ ആകാശവിസ്മയത്തിന് സാക്ഷിയാകാൻ ലോകം ഒരുങ്ങുകയാണ്. മാർച്ച് 14-ന് ആകാശത്ത് രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ ദൃശ്യമാകും. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഇരുണ്ട ചുവപ്പ് നിറത്തിൽ കാണുന്ന ചന്ദ്രബിംബം കാണാൻ ലോകം മുഴുവനും കാത്തിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ UAE-യിൽ താമസക്കാർക്ക് ബ്ലഡ് മൂൺ പ്രതിഭാസം നേരിട്ട് കാണാൻ കഴിയില്ലെന്നാണ് ദുബായ് ആസ്ട്രോണമി ഗ്രൂപ്പ് അറിയിച്ചത്. എന്നാൽ ടൈം ആൻഡ് ഡേറ്റ് യൂട്യൂബ് ചാനലിന്റെ ലൈവ് ബ്രോഡ്കാസ്റ്റ് വഴി ആകാശ നിരീക്ഷകർക്ക് അത്ഭുത പ്രതിഭാസം കാണാവുന്നതാണ്. വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും ജനങ്ങൾക്ക് ഈ പ്രതിഭാസത്തിന്റെ ഏറ്റവും മികച്ച കാഴ്ച കാണാൻ സാധിക്കും. റിയാദിൽ സ്വകാര്യ മേഖലയിലെ റേഡിയോളജി ലബോറട്ടറികൾ, ഫിസിയോതെറാപ്പി, ന്യൂട്രീഷൻ എന്നീ തൊഴിലുകൾ സ്വദേശവൽക്കരിക്കാനുള്ള തീരുമാനം അടുത്ത മാസം 17-ന് നടപ്പാക്കും. റേഡിയോളജിയുമായി ബന്ധപ്പെട്ട ജോലികളിൽ 65%, മെഡിക്കൽ ലബോറട്ടറികളിൽ 70%, ന്യൂട്രീഷൻ, ഫിസിയോതെറാപ്പി തൊഴിലാളികളിൽ 80%വുമാണ് സ്വദേശവൽക്കരിക്കാൻ പോകുന്നത്. 2 ഘട്ടങ്ങളായാണ് ഇത് നടപ്പാക്കുക. മക്ക ഹറമിൽ തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിനായി വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചു. വിവിധ രാജ്യക്കാരായ തീർത്ഥാടകരും വിശ്വാസികളുമാണ് ഹറമിൽ എത്തുന്നത്. ഇവരുമായി ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താനാണ് വിവിധ ഭാഷകളിൽ പ്രാവീണ്യമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നത്. ഫ്രഞ്ച്, ടർക്കിഷ്, ഇന്തോനേഷ്യൻ, ഉറുദു തുടങ്ങിയ വിവിധ ഭാഷകളിലൂടെ തീർത്ഥാടകർക്ക് ആവശ്യമായ സേവനങ്ങൾ ഇത്തരത്തിൽ നിയോഗിച്ചിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ വഴി നൽകുന്നതായിരിക്കും. ഇവർ 24 മണിക്കൂറും പ്രവർത്തന സജ്ജരായിരിക്കും. ഇനിയൊരിടവേള. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ഹരിയാനയിൽ ഒരിക്കൽ കൂടി കോൺഗ്രസിനെ തകർത്ത് BJP. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ് BJP മിന്നും വിജയം ആവർത്തിച്ചത്. തെരഞ്ഞെടുപ്പ് നടന്ന 10-ൽ 9 സീറ്റിൽ BJP വിജയിച്ചു. മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡയ്ക്ക് സ്വന്തം തട്ടകമായ റോഹ്തക്കിൽ കനത്ത തിരിച്ചടിയായി. BJP സ്ഥാനാർത്ഥി രാമാവ്തർ ബാൽമീകി വിജയിച്ചു. കോൺഗ്രസിന്റെ സൂരജ് മാൽ കിലോയിയെയാണ് പരാജയപ്പെടുത്തിയത്. ഫരീദാബാദിൽ BJP സ്ഥാനാർത്ഥി പ്രവീൺ ജോഷി കോൺഗ്രസിന്റെ ലതാ റാണിയെ പരാജയപ്പെടുത്തി. ഇനി കേരള ഹൈലൈറ്റ്സ്. ഭക്തസാന്ദ്രമായി കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഭക്തജനങ്ങൾ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു. പൊങ്കാല അർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:15-ന് നടക്കുന്ന ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം, ദീപാരാധനയും നടന്നു. ഇന്ന് രാത്രി 7:45-ന് കുത്തിയോട്ടവും ചുരൽക്കുത്തും നടക്കും. നാളെ രാവിലെ 8-ന് അകത്തെഴുന്നള്ളിപ്പും 10-ന് കാപ്പഴിക്കൽ ചടങ്ങും നടക്കും. രാത്രി 1-ന് കുരുതി തർപ്പണത്തോടെ പൊങ്കാല മഹോത്സവത്തിന് സമാപനമാകും. ഭക്തലക്ഷങ്ങൾ ആറ്റുകാൽ ദേവിക്ക് ഇന്ന് പൊങ്കാല അർപ്പിച്ചപ്പോൾ ഒരു മാസക്കാലമായി തിരുവനന്തപുരത്ത് പ്രതിഷേധിക്കുന്ന ആശമാരും ഇന്ന് പൊങ്കാലയിട്ടു. ആശമാരുടേത് പ്രതിഷേധ പൊങ്കാലയാണ്. സർക്കാരിന്റെ കനിവ് തേടിയുള്ള പൊങ്കാലയാണ് സമരത്തിനിറങ്ങിയിരിക്കുന്ന സ്ത്രീകൾ ഇടുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും തങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്നും ആശമാർ പറയുന്നു. 50ഓളം വരുന്ന ആശാ പ്രവർത്തകരാണ് ഇന്ന് പൊങ്കാലയിട്ട് സമരം നടത്തിയത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 112.90 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.11 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 94.84 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. KCA പ്രസിഡന്റ്സ് ട്രോഫിയിൽ
ഈഗിൾസിനും ടൈഗേഴ്സിനും വിജയം. ലയൺസിനെ 6 വിക്കറ്റിനാണ് ഈഗിൾസ് തോൽപ്പിച്ചത്. രണ്ടാം മത്സരത്തിൽ പാന്തേഴ്സിനെതിരെ VJD നിയമപ്രകാരം 61 റൺസിനായിരുന്നു ടൈഗേഴ്സിന്റെ വിജയം. അഭിഷേക് P. നായരുടെ ഓൾറൗണ്ട് മികവിനും ലയൺസിന് വിജയമൊരുക്കാനായില്ല. റൺമഴ പെയ്ത മത്സരത്തിൽ വിഷ്ണുരാജിന്റെ തകർപ്പൻ ബാറ്റിംഗാണ് ഈഗിൾസിന് വിജയമൊരുക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. US കമ്പനികളെ അയർലൻഡ് കൈവശപ്പെടുത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതികരണം വൈറ്റ് ഹൌസിൽ ചർച്ചയ്ക്കെത്തിയ അയർലൻഡ് പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി. റഷ്യക്കെതിരെ സാമ്പത്തിക ഭീഷണിയുയർത്തി ട്രംപ്. ഉക്രൈൻ US ചർച്ചയിൽ ധാരണയായ 30 ദിവസ വെടിനിർത്തൽ കരാർ പിന്തുണയ്ക്കുന്നതിൽ അലംഭാവം കാട്ടിയാൽ റഷ്യക്കെതിരെ സാമ്പത്തിക ആക്രമണം നടത്തുമെന്ന് ട്രംപ്. US-ന് കാനഡ വക അടുത്ത അടി. $30 ബില്യൺ മൂല്യമുള്ള US ഇറക്കുമതികൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് കാനഡ. US ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യാപാര പ്രതിരോധ നടപടികൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ. നടപടി കനേഡിയൻ സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ താരിഫ് ഇരട്ടിയാക്കിയതിനെ തുടർന്ന്. കാനഡയുമായുള്ള കൊളംബിയ നദീജല ഉടമ്പടി സംബന്ധിച്ച ചർച്ചകൾ അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചത് 61 വർഷം പഴക്കമുള്ള ഒരു പ്രധാന ജല പങ്കിടൽ ഉടമ്പടി. ഓസ്ട്രേലിയയിൽ ജൂലൈ മുതൽ വൈദ്യുതി നിരക്ക് 9% വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. ഏപ്രിൽ 1 മുതൽ വിമാനത്തിൽ പോർട്ടബിൾ പവർ ബാങ്കുകൾ ചാർജ് ചെയ്യാനോ യാത്രക്കാരുടെ വ്യക്തിഗത ഉപകരണങ്ങൾ ചാർജ് ചെയ്യാൻ പവർ ബാങ്കുകൾ ഉപയോഗിക്കാനോ അനുവദിക്കില്ല എന്ന് സിംഗപ്പൂർ എയർലൈൻസ്. സൗദി അറേബ്യയിൽ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. മാർച്ച് 29 മുതൽ ഏപ്രിൽ 2 വരെ അവധി തുടരുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം. ഭക്തിസാന്ദ്രമായി കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഭക്തജനലക്ഷങ്ങൾ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു. ആശാവർക്കർമാരും പൊങ്കാലയിട്ട് പ്രതിഷേധിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.